കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിൽ നിന്ന് സുധാകരൻ പിന്നോട്ട് പോയിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്നും പാർട്ടിക്ക് വഴങ്ങി കോൺഗ്രസിൽ തന്നെ തുടരുമെന്നും സുധാകരൻ ഇന്നലെ വളരെ വൈകി മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. കെ സുധാകരന് സീറ്റില്ലെങ്കിലും ഇപ്പോൾ ചർച്ചയാവുന്നത് വി.ഡി. സതീശന്റെ ചില വാക്കുകളാണ്. സുധാകരന് സീറ്റ് നൽകാനാണെങ്കിൽ പിന്നെ എംപിമാരും എംഎൽഎമാരും മത്സരിക്കേണ്ടെന്ന ചട്ടം എന്തിനാണ് കൊണ്ടുവന്നതെന്നാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യം മുതൽ ഇതുവരെയും കെ സുധാകരനെ തഴഞ്ഞത് വി.ഡി. സതീശനാണെന്ന തരത്തിൽ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. സുധാകരന് മാത്രം ഇളവ് നൽകാനാവില്ലെന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു തന്നെയാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതും. സുധാകരന് സീറ്റ് നൽകേണ്ടി വന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും രാജിവെക്കുമെന്നും സതീശൻ ഭീഷണി മുഴക്കി. ഇതോടെയാണ് ആർക്കും ഇളവ് നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. എംപിമാർ മത്സരിക്കേണ്ടെന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇതനുസരിച്ചുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസം മുമ്പാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. എന്നാൽ തനിക്ക് സീറ്റില്ലെന്നു കണ്ട സുധാകരൻ പാർട്ടിയോട് ഇടയുകയായിരുന്നു. അപ്പോഴും സീറ്റ് ആവശ്യത്തെ ചൊല്ലി പാർട്ടി ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചും കോൺഗ്രസ് അനുയായികൾ സുധാകരനെ സപ്പോർട്ട് ചെയ്തു. കണ്ണൂരിൽ വമ്പിച്ച ജനപിന്തുണയാണ് കെ സുധാകരനുള്ളത്. എങ്കിലും എംപിമാരെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിൽ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴും സീറ്റ് വേണമെന്ന തീരുമാനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോവാതിരുന്ന സുധാകരനുമായി ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നീണ്ടുനിന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് സീറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ വന്നത്. പാർട്ടി വിടുമെന്നും സ്വന്തമായി പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോഴും സുധാകരന് സീറ്റ് നൽകുന്നതിൽ കടുത്ത വിയോജിപ്പാണ് വി.ഡി. സതീശൻ പ്രകടിപ്പിച്ചത്. സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ തനിക്കും ചിലതൊക്കെ ചെയ്യാനുണ്ടെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. മാത്രമല്ല സുധാകരൻ മത്സരിക്കുന്നതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം അടൂർ പ്രകാശിനും സ്ഥാനാർത്ഥിയാവാൻ കച്ചകെട്ടുന്നുണ്ടെന്ന സൂചനകൾ ഉയരുന്നുണ്ട്. എന്നാൽ എനിക്കറിയാത്ത കാര്യം എങ്ങനെ പറയുമെന്നാണ് അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സുധാകരൻ മത്സരിക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്താൽ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന മുഖ്യമന്ത്രി കസേര തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിലാണ് വി.ഡി. സതീശൻ ഓടി നടന്ന് വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നതെന്നും അടക്കം പറയുകയാണ് പ്രതിപക്ഷം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന പഴഞ്ചൊല്ലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്നും കളിയാക്കുന്നവരുണ്ട്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.